അഫാനുമായുള്ള തെളിവോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതൃമാതാവ് സൽമാ ബിബി കൊലപ്പെടുത്തിയ സൽമാ ബിബിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറക്കി അഫാനുമായി അടുത്ത സ്ഥലത്തേക്ക് തെളിവെടുപ്പിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഭാവഭേദമില്ലാതെ നിസ്സംഗനായി കാണപ്പെടുന്നു അഫാൻ. മാത്രമല്ല, പോലീസ് നേരത്തെ ചോദ്യം ചെയ്യലിൽ വളരെ കൂളായി അയാൾ കാര്യങ്ങൾ കൃത്യമായി മണിമണി പോലെ പറയുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇനിയിപ്പോൾ ഈ ചുറ്റിക വാങ്ങിയ കടയിലേക്കൊക്കെ തെളിവെടുപ്പ് വേണ്ടി വരില്ല. എങ്ങോട്ടേക്കാണ് അടുത്ത തെളിവെടുപ്പ് യാത്ര? ഷഫീദ്. കശ്മീർ നമ്മളോട് പോലീസ് ഇതുവരെ പങ്കുവച്ച വിവരപ്രകാരം ഒന്നൊരു CDM, അതായത് ഇയാൾ പണം കൊണ്ട് കടക്കാർക്ക്, കൊലപാതകങ്ങൾക്കിടയിൽ പണം കൊണ്ട് കടക്കാർക്ക് ഇട്ടുകൊടുത്ത CDM ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ പറയുന്ന മറ്റൊരു സ്ഥലം, പണമിടപാട് സ്ഥാപനം. ഈ രണ്ട് സ്ഥലത്തേക്ക് ഇയാളുമായി പോകും എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നതിൽ നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, പേരുമലയിലെ വീട്ടിലേക്കും ആവശ്യമെങ്കിൽ പോകും. ഒരു പക്ഷേ ഇതൊക്കെ ക്യാൻസൽ ചെയ്തേക്കാം. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ആറ്റിങ്ങൽ DYSP ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഉറപ്പായും നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അഫാനെ തിരികെ പാങ്ങോട് കൊണ്ടുപോവുകയും ചെയ്താൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. രഹസ്യ സ്വഭാവത്തിലാണ് പോലീസിന്റെ ഈ നീക്കങ്ങളൊക്കെ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ താഴെപ്പാങ്ങോട്ടെ സൽമാബിയുടെ വീട്ടിലെ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും വൈറ്റൽ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം അഫാനുമായി പോലീസ് സംഘം പോകുന്നു. അക്കാണെന്നാണ് ഈ അഫാനുമായി പോലീസ് പോകുന്ന വാഹനം എന്ന് പറയുന്നത്. ഈ വാഹന വ്യൂഹത്തിന് അനുഗമിച്ചുകൊണ്ട് പോലീസിന് വലിയ സുരക്ഷാ സംഘം ഒരുക്കാനുള്ള സംഘം കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ സൽമാബിയുടെ വീട്ടിൽ എന്താണ് അഫാൻ പറഞ്ഞത്? കൊലപാതക കാരണം ഈ മാലയ്ക്ക് വേണ്ടി മാത്രമാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തർക്കം നിലനിന്നിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നമുക്ക് പിന്നീട് വിവരം ശേഖരിക്കാം. പക്ഷേ ഇന്നലെ രാത്രിയിൽ അഫാനെ ചോദ്യം ചെയ്യുന്ന വേളയിൽ അഫാൻ പറഞ്ഞത്, കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ആൾക്ക് എന്തിന് സ്വർണം? ഞാൻ സ്വർണം ചോദിച്ചിട്ട് തന്നില്ല. എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയാമായിരുന്നു എന്നൊക്കെ അഫാൻ പലതരത്തിൽ അദ്ദേഹത്തിന്റെ മൂഡ് മാറ്റി, അഫാന്റെ മൂഡ് മാറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞ കാര്യം. അതായത് സെൻസിറ്റീവായി സംസാരിക്കുന്ന ഒരു അഫാനെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടു, വൈകാരികമായി സംസാരിക്കുന്ന അഫാനെ കണ്ടു. നിസ്സംഗമായി 5 കൊലപാതകങ്ങൾ നടന്നു. സ്വന്തം അമ്മയെ തലക്കടിച്ചടിച്ചടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാന്റെ മൂഡും പോലീസ് കണ്ടു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ, ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന, ചോദ്യം ചെയ്യൽ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഏതായാലും അഫാനുമായി താഴെ പാങ്ങോട് നിന്നും പാങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പോലീസ് സംഘം. ആ പോലീസ് സംഘം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് നിർണായകമാണ്. പേരുമലയിലെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം പേരുമലയിൽ ചില നിർണായക മൂവുകൾ, അതായത് ഈ കൊലപാതക പരമ്പരയുടെ ആദ്യ യാത്ര തുടങ്ങുന്നത് പേരുമലയിലെ വീട്ടിലാണ്. പേരുമലയിലെ വീട്ടിൽ വെച്ചാണ് ഈ അമ്മയെ അപായപ്പെടുത്തി, അമ്മയെ കൊലപ്പെടുത്താനുള്ള തീവ്രമായിട്ടുള്ള അയാളുടെ ശ്രമം നടക്കുന്നത്. അതിനുശേഷം അഫാൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു ആ പണമിടപാട് സ്ഥാപനത്തിലേക്ക്. ഇയാൾക്ക് നേരത്തെ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യ പ്രീസറൻസ് ഇല്ല. ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബ്രൂട്ടലായ കൊലപാതകം, അതിന്റെ പിന്നാലെ അടുത്തത്, അങ്ങനെ ഒരു 6 മണിക്കൂർ ചുറ്റളവിൽ അയാളുടെ ബൈക്കിൽ കറങ്ങി നടന്നെന്ന് അയാൾ കൊന്നു നടക്കുകയായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കൊടും കുറ്റവാളിയുടെ മനസ്സ് അങ്ങനെ ആവുന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് വല്ലതും പറയുന്നുണ്ടോ ഈ ദിവസത്തെ ഇയാളെ ചോദ്യം ചെയ്യൽ അനുഭവത്തിൽ? ഷഫീദ്. ഈ കേസ് ഒന്നാകെ പരിശോധിച്ച് പോലീസ് പറഞ്ഞൊരു കാര്യം, ഈ കേസ് പ്രത്യേക കേസായി പരിശോധിച്ച് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 42 കിലോമീറ്റർ ദൂരം, ആ 42 കിലോമീറ്ററിൽ ഏതാണ്ട് 41 കിലോമീറ്റർ യാത്ര ചെയ്ത് നടത്തിയ കൊലപാതകം അത് ബ്രൂട്ടലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണ് വെഞ്ഞാറമൂട്ടിൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനം, പോലീസുകാരെ പോലും ഞെട്ടിച്ചത്, സ്വന്തം മാതാവിനെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമം നടത്തി, മറ്റൊരു കൊലപാതകം നടത്തി മടങ്ങി വന്ന ശേഷം മാതാവിന് ഒരു ചെറിയ ഞരക്കവും മൂളവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി താൻ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കുന്ന അഫാന്റെ മാനസികാവസ്ഥ അത് പോലീസിന് തന്നെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. നമുക്ക് മുൻപും അറിയാം, സീരിയൽ കില്ലേഴ്സിന്റെ പരമ്പരയൊക്കെ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അഫാൻ എന്ന് പറയപ്പെടുന്ന 23-കാരന്റെ മനസ്സിലേക്ക് എങ്ങനെ ഈ കൊലപാതക ശ്രമം ഈ കൊലപാതകത്തിന് ഈ ബ്രൂട്ടൽ വഴി തെരഞ്ഞെടുക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ വന്നു എന്നുള്ളത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കശ്മീർ, നമ്മൾ ഈ മണി ലെൻഡിങ്, അതല്ലെങ്കിൽ ഈ പണം, സാമ്പത്തികം, ധൂർത്ത്, ആർഭാടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറം മറ്റെന്തെങ്കിലും ഇതിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയാത്തത് അഫാന് വേണ്ടി മാത്രം. ഇപ്പോൾ മറ്റൊരിടത്തേക്ക് കൂടി പോലീസ് ഒരു പക്ഷേ വഴിക്കൊരു സ്ഥലത്തേക്ക് കൂടി നിർത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അഷ്മി, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫാന് വേണ്ടി ചിലവഴിച്ച ചില പണങ്ങളുണ്ട്, അത് ലക്ഷക്കണക്കിന് രൂപയുണ്ട് എന്ന പോലീസിന് ചില വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ അഫാന്റെ മാതാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന, ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ ഡയറി അടക്കമുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി പണം ഇവർക്ക് കടമുണ്ടായിരുന്നു. ചില ലക്ഷങ്ങൾ ഇവർക്ക്
കടമുണ്ടായിരുന്നു എന്ന് പോലീസ് കരുതുമ്പോൾ അഫാൻ ഒറ്റയ്ക്ക് അതല്ലെങ്കിൽ ഈ മാതാവോ സഹോദരനോ ഒന്നും അറിയാതെ അമ്മയ്ക്ക് അത്ര കടം എന്തിനാണ് ഈ പറഞ്ഞ 23 വയസ്സുകാരൻ ഇത്രയധികം കടം മറ്റെന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടായിരുന്നോ എന്നറിയാൻ കഴിയുന്നുണ്ടോ ഷെഫി? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മ ഇപ്പോഴും അഫാൻ ചെയ്തതാണെന്ന് പറയുന്നില്ല, എല്ലാ മൊഴിയെടുപ്പിലും കട്ടിൽ നിന്ന് താഴെ വീണ ആണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇയാൾ ചെയ്ത ബാക്കി കൊടും കുറ്റകൃത്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കാം. എങ്കിലും ഒരു അമ്മ ചിലപ്പോൾ മാതൃസ്നേഹമായിരിക്കാം അഫാനെ സംരക്ഷിക്കുന്നുണ്ട്. ആദ്യ 2 ഘട്ട മൊഴിയെടുപ്പത്തിൽ ഈ വീട്ടിൽ ഈ അച്ഛൻ ഗൾഫിലുള്ള ഈ പിതാവ് അറിയാതെ എന്തുകൊണ്ടാണ് വീട്ടിൽ ഇത്രയും വലിയൊരു കടം എന്നത് പോലീസ് പറയുന്നുണ്ടോ ഷഫീദ്? പക്ഷേ ഇതുവരെയും പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരിച്ചൊരു വിവരം നമ്മളോട് പറയുന്നില്ല. അബ്ദുൾ റഹീം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, കോവിഡ് കാലത്തിന് ശേഷമാണ് ബിസിനസ്സിൽ പ്രശ്നമുണ്ടായത്, അതിനപ്പുറത്തേക്ക് തനിക്ക് അങ്ങനെ കാര്യമായ പണമൊന്നും ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് തനിക്ക് അയച്ചു തന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, താൻ ഉണ്ടാക്കിയ കടം ഇത്രയും ഇല്ല എന്ന് ഈ അഫാന്റെ പിതാവ് റഹീം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിന് എങ്ങനെ കടമുണ്ടായി എന്നുള്ളതിന് പോലീസിന്റെ ആദ്യഘട്ട നിഗമനം അതൊരു പക്ഷേ ഇവരുടെ ധൂർത്ത്, ആർഭാടം, അതായത് വരവിനേക്കാൾ കൂടുതൽ പണം വീണ്ടും വീണ്ടും ചെലവഴിച്ചു. ഹാഷ്മി, അതൊരു സിമ്പിൾ ലോജിക്കായി പറഞ്ഞാൽ 2 ലക്ഷം രൂപയിലധികം അഫാന്റെ പിതാവ് റഹീം കോവിഡിന് മുൻപ്, ബിസിനസ് നഷ്ടമാകും മുൻപ് നാട്ടിലേക്ക് അയച്ചിരുന്നു എന്നുള്ള സൂചന എന്നുള്ള വിവരം ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട്. അത് നിലച്ചിട്ട് ഇത്രയധികം വർഷമായിട്ടും അവർ അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ജീവിച്ചു എന്നുള്ളതാണ് ഈ കടബാധ്യതകൾക്കും ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായത് എന്നുള്ള സൂചന, എന്നുള്ള ഒരു നിഗമനമൊക്കെ ബന്ധുക്കൾക്കുണ്ട്. പക്ഷെ അതൊക്കെ പോലീസ് ആ നിഗമനങ്ങളും വിലയിരുത്തലും ഒക്കെ പോലീസ് നടത്തട്ടെ, പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരണത്തിലേക്ക് എത്തട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയുന്ന സംതിങ് ന്യൂ എന്നുള്ളത് പോലീസിന് മറ്റു ചില സംശയങ്ങളുമുണ്ട്.